പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ളതും ബന്ധുക്കളെ, സ്വന്തപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് സങ്കടവും നിരാശയല്ല വരേണ്ടത്. പിന്നെ എന്താ വരേണ്ടത്? കർത്താവ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ അടയാളം മറ്റുള്ളവർ നമ്മളെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു വിഷയം കർത്താവ് ഏറ്റെടുത്താൽ, ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം വെച്ചാൽ ഒരാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി വേണം. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി. അവിടെ വരുന്ന സൗമ്യ കായംകുളം പറഞ്ഞൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ജോലിക്ക് ഒരാൾ പോയിരിക്കുക ഇൻ്റർവ്യൂവിന്. പക്ഷേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട്, ക്ലേശവും, ജോലിയും പോയി, വീടും കച്ചവടം നടക്കണില്ല, എന്തൊക്കെ തരത്തിൽ അവർ ഫ്ലാറ്റായി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ഓയിൽ ആൻഡ് കമ്പനി, ഗ്യാസ് കമ്പനി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അയാളെ ചോദിച്ചു, ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആളെ ചോദിച്ചു, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കേൾക്കണം. നമ്മൾ വചനത്തിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളവർക്ക് അതൊരു ആശയമല്ലേ എന്ന്. ആശയമല്ല, അനുഭവമായിട്ടാണ് ആശയമാകണത്. ദൈവത്തിൻ്റെ കാര്യം ആദ്യം അനുഭവമായിട്ടാണ് അത് ആശയമായിട്ട് വരണത്. മനുഷ്യൻ്റെ കാര്യം ആദ്യം തിയറി ഉണ്ടാകട്ടാണ് പ്രാക്ടിക്കൽ ഉണ്ടാകണത്. നേരെ തിരിച്ചാ. അപ്പോൾ എന്താണ് ഇയാളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ്? ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇയാളുടെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാം, ഉടമ്പടി കാശിലും എടുത്തുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അതാണ് വിഷയം. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ ഉടമ്പടി കാശിലും എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തിരുമ്മിക്കൊണ്ടിരിക്കും. എന്താണ്? കർത്താവേ, നീ മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാവുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ ഇയാളുടെ ഇത് വാങ്ങിക്കും. എന്താ വാങ്ങിക്കണേ? ഫയൽ വാങ്ങിക്കും. ഫയൽ വാങ്ങിച്ചിങ്ങനെ മറച്ചു നോക്കിച്ചും പറയും, നിങ്ങൾക്ക് ഖത്തറിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും തയ്യാറാണ്, എന്നാൽ പാസ്പോർട്ട് ഇങ്ങനെ നേക്കാൻ പറയും. ഈ മനുഷ്യൻ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഖത്തറിൽ ജോലി ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയരെന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, അതായത് വചനപ്രഘോഷണത്തിൻ്റെ ഒരു പ്രാഥമിക രീതിയാണ്. എന്താണത്? റോമ 15 ഒന്നുകൂടി വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും. റോമ 15:18 വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴിയെന്ന് പറഞ്ഞാൽ ആര് വഴിയാ? ഞാനും വഴി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, ഈ ആൾക്ക് ഈ ഖത്തറിൽ ജോലി കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ?
അവർ പറയുന്നുണ്ട്, എന്നാ അവരുടെ പേര് സൗമ്യ കായംകുളം, അവരാണ് വൈഫ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ അന്തരാളം പൂണ്ട് വിഷമിച്ച് നടക്കുന്ന കാലത്ത് ഒരു മീൻകാരം ഞങ്ങൾക്കൊരു കൃപാസനം പത്രം തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ജേഷേ, ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളത് ഏറ്റു പറയുക ആ പാട്ട്. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒന്നുകൂടി പഠിക്കുക. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പാടാ, ഒരുമിച്ച് പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ എഴുന്നേര്. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഈശോ. അല്പകാലം കഴിഞ്ഞ്
അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. Praise the Lord. Praise the Lord.